ഇനി നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മുമ്പ് പറഞ്ഞത് തിയറി ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യും, ഹൗ ടു പ്രസന്റ് തിയറി ക്വസ്റ്റ്യൻസ് ഇൻ എക്സാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എന്താണ് CA ഇന്ററിന്റെ എക്സാമാണ് പറഞ്ഞത്. ഇനി സാറ് പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എഴുതുന്ന രീതിയാണ്. എക്സാം പ്രസന്റേഷൻസ്, ഹൗ ടു പ്രസന്റ് CA ഇന്റർ ലോ എക്സാമിനേഷൻ വെൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആസ്റ്റ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. ഒരു പാക്കിൽ തന്നെ 3-4 ചെറിയ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരും. 3 മാർക്കിനും 4 മാർക്കിനും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയായിട്ട് എന്ത് ചെയ്യുക, ഇത് കേൾക്കുക. അപ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിനെ നമ്മൾ പറയുന്നതാണ് കേസ് സ്റ്റഡി എന്നാണ്. അതിന് എന്ത് ബേസ്ഡ് ആണ് നമ്മൾ പറയുന്നത്? സാറിന് കേസ് സ്റ്റഡി ബേസ്ഡ് എന്നാണ് പറയുന്നത് അല്ലേ. കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് സാറിന് ചോദിക്കുന്നത്. എന്താണ് എൻ്റെ പേര്? കേസ് സ്റ്റഡി ബേസ്ഡ് ആണ്. കേസ് സ്റ്റഡി ബേസ് എന്ന് വെച്ചാൽ ഒന്നി അതിൻ്റെ അകത്തൊരു കേസ് ലോ കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടോ ഒരു അമെൻമെന്റിനെ ബേസ് ചെയ്തിട്ടോ ആയിരിക്കും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു സ്റ്റഡി പർപ്പസിന് ഇൻകോർപ്പറേഷൻ ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വിചാരിക്കുക. അതായത് അതിൻ്റെ ഇത് ഇങ്ങനെയാണ്. അതായത് ഒരു രജിസ്റ്റർ ഓഫ് കമ്പനി സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തു. കുറേ മാസം 2-3 മാസത്തിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തെറ്റിപ്പോയി, അത് തിരിച്ചു തരണം, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വാലിഡ് അല്ല എന്നാണ് ROCയുടെ നോട്ടീസ്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? വെദർ ദ കമ്പനി വിൽ സക്സീഡ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കേസ് ലോ കാണും. കേസ് ലോ ഓർമ്മ വന്നാൽ, പഠിച്ച കേസ് ലോ ഓർമ്മ വന്നാൽ നമ്മൾ ഭാഗ്യവാൻ നിർത്താം അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിയറി വെച്ച് തന്നെ പറ്റുന്ന, നേരത്തെ പറഞ്ഞ പോലെ തിയറിയിൽ എഴുതേണ്ടി വരും. പക്ഷേ കേസ് ലോ അറിയാമെന്നുള്ള ടൈപ്പ് ഓഫ് പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ആയിരിക്കും മോസ്റ്റ്ലി ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ട് നമ്മൾ സ്റ്റഡി മില്ലിൽ തന്നെ കേസ് ലോസ് കാണുമല്ലോ അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞ കേസ് ലോ മൂസ വേഴ്സസ് ഇബ്രാഹിം എന്ന് പറഞ്ഞ കേസാണ്. അതായത് once certificate of incorporation is issued, it is conclusive that the company has been registered and the ROC has no power to take back the certificate of incorporation. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കേസിൻ്റെ. കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആൻസറിനെ നമ്മൾ 3 ആയിട്ട് തിരിച്ചിരിക്കണം. ആദ്യത്തെ പാർട്ട് ഫാക്ട്സ് എന്നും ഒരു ഹെഡിങ് ഇടണം. നേരത്തെ പറഞ്ഞാൽ ഹെഡിങ് ഇടാൻ പറഞ്ഞിട്ടില്ല. എഴുതുമ്പം പാരഗ്രാഫായിട്ട് എന്താണ് തുടക്കത്തിൽ ഈ തിയറി എഴുതണം, പിന്നെ ലോ എഴുതണം, പിന്നെ എന്താണ് തിയറി അനാലിസിസ് എഴുതണം, പിന്നെ അവസാനം ഒരു എങ്ങനെ പറഞ്ഞ ഇൻട്രോ എഴുതണം, പിന്നെ ലോ എഴുതണം, പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരു തിയറി എഴുതണം, പിന്നെ കൺക്ലൂഷൻ എഴുതണം. ഹെഡിങ് ഒന്നും ഇടണ്ട. പക്ഷെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, കുട്ടികൾ എങ്ങനെ എഴുതുന്നതാണ് ഹെഡിങ് വൈസ് എഴുതണം. എങ്ങനെ ഹെഡിങ് വൈസ് ആക്കണം? ഫാക്ട്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹെഡിങ് ഇടണം. ഫാക്ട്സ് എന്ന് പറഞ്ഞ് ഹെഡിങ് ഇടണം. ഇട്ടിട്ട് ഒരു ഡബിൾ ഇതിട്ടിട്ട് ഒരു ലൈൻ എഴുതാം. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ്റെ ഫാക്ട്സിന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് വീണ്ടും എന്ത് എഴുതണം? നമ്മൾ ആൻസർ ഷീറ്റ് എഴുതണം. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ ROC ഇപ്പോൾ എഴുതണം അല്ലേ. ഇൻ ദിസ് കേസ് ദ ROC മഹാരാഷ്ട്ര ഹാസ് ടേക്കൺ ബാക്ക് ദ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഫ്രം A Limited എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിലെ തന്നെ ഫാക്ട്സിനെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? അതിനെ ഒന്ന് എഴുതി വെക്കണം. അടുത്ത ഹെഡിങ് ഇട്ടിട്ട് നമ്മൾ എഴുതണം അനാലിസിസ് എന്ന് പറഞ്ഞ് ഹെഡിങ് ഇടണം. ഇവിടെ നിങ്ങൾ പറ്റിയാൽ കേസ് ലോയോ സെക്ഷനോ ഇടും. ഇവിടെ പറയണം ദ ഫാക്ട്സ് ഓഫ് ദ ക്വസ്റ്റൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് മൂസ വേഴ്സസ് ഇബ്രാഹിം കേസ് ലോ ഇൻ വിച്ച് ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് വൺസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് ഇഷ്യൂഡ് ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഹാസ് നോ പവർ ടു ടേക്ക് ബാക്ക്. എങ്ങനെ കേസിനെ എടുത്തു ഈ ക്വസ്റ്റിനെ അനലൈസ് ചെയ്യാം. പറഞ്ഞ് മനസ്സിലായില്ലേ? കേസിനെ എടുത്തു വെച്ചിട്ട് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ദസ് ഇങ്ങനെ പറഞ്ഞിട്ട് പറയണം മഹാരാഷ്ട്ര ROC ഇങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന ഡേറ്റിലാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത്, കമ്പനി അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. മൂസ വേഴ്സസ് ഇബ്രാഹിമിൽ പറഞ്ഞത് പ്രകാരം ഇതിങ്ങനെ ഒരുക്കി ഇഷ്യൂ ചെയ്താൽ, സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ ഒരുക്കി ഇഷ്യൂ ചെയ്താൽ പിന്നെ അത് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അനലൈസ് ചെയ്യണം. അവസാനം ഒരു ഹെഡിങ് ഇടണം. അടുത്ത ഹെഡിങ്ങിന്റെ പേരെന്താണ്? കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് ഇടണം. ഈ കൺക്ലൂഷനിൽ നമ്മൾ പറയണം ദസ് A Limited stand is right അല്ലേ. A Limited need not want to surrender the certificate incorporation once issued by the ROC മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ് നിർത്തണം. പറഞ്ഞ മനസ്സിലായ പ്രാക്ടിക്യൂഷൻ എഴുതുന്നത്. അപ്പോൾ പ്രാക്ടിക്യൂഷൻ തിയറി ക്വസ്റ്റൻ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞത് ഹെഡിങ്സ് ഞാൻ എഴുതാൻ പറഞ്ഞില്ല, പാർട്ടായിട്ട് എഴുതാൻ പറഞ്ഞു. പക്ഷേ പ്രാക്ടിക്യൂഷൻ എഴുതുമ്പോൾ പാർട്ടാണെങ്കിലും അതിൽ ഹെഡിങ് വൈസ് എഴുതാം. ആ ഹെഡിങ്സ് എങ്ങനെയാണ്? പ്രാക്ടിക്യൂഷൻ കാണുമ്പോൾ തന്നെ ഈ ഹെഡിങ് ഇടണം. എന്നാണ് ഫാക്ട്സ് എന്ന് എഴുതി ഡബിൾ ലൈൻ ഇട്ട് വയ്ക്കുക. ക്വസ്റ്റ്യൻ്റെ ഫാക്ട്സിന് അവിടെ പേര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിങ്ങനെ A Limited, B Limited, A ദിനേഷ്, മകേഷ്, ആ പേരെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ആൻസറിൽ എഴുതണം. ആ ഫാക്ട്സ് മൊത്തം ഒന്നുകൂടി ഒന്ന് എഴുതി വയ്ക്കുക. ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതരുത് കേട്ടോ. ആ ഫാക്ട്സ് മാത്രം, അതിൽ നടന്ന സംഭവം എന്താണെന്നുള്ളത് മാത്രം എഴുതി വയ്ക്കുക. രണ്ടാമത്തേലാണ് നമ്മളെ കഴിവ് തെളിയിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരെന്താണ്? അനാലിസിസ്. എന്നിട്ടിട്ട് കേസ് അറിയാമെങ്കിൽ കേസിന്റെ പേരും വെച്ച്, കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഒന്നുകൂടി എന്ത് ചെയ്യണം? ഒന്ന് നല്ലതിൽ ഒന്ന് പതപ്പിച്ച് എഴുതണം. അവസാനം ആയതിനാൽ കൺക്ലൂഷൻ അടുത്ത ഹെഡിങ് ഇടുക. മൂന്നാമത്തെ കൺക്ലൂഷനിൽ എഴുതണം ആയതിനാൽ ഈ പറഞ്ഞ A Limited ഈ സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ സറണ്ടറിന്റെ ആവശ്യമില്ല എന്നാണ്. പറഞ്ഞ മനസ്സിലായാലോ? ഫസ്റ്റ് തിയറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 3 വാക്ക് പറഞ്ഞു. എന്തൊക്കെയാണ്? സെക്ഷൻ, കേസ് ലോ, അതുപോലെ തന്നെ അമെൻമെന്റ് കോട്ടിയൻ മാർക്ക് SCA എന്ന് പറഞ്ഞു. ഇവിടെ പറയുമ്പോൾ അതാണ്. ഇവിടെ നമ്മൾ എന്താണ് പറയേണ്ടത്? FA
FAC. എന്തൊക്കെയാണ് FAC? യു പുട്ട് എ ഹെഡിങ് ഫാക്ട്സ്, ഫാക്റ്റുകൾ എഴുതുക. ദെൻ യു പുട്ട് എ ഹെഡിങ് അനാലിസിസ്, ക്വസ്റ്റിനെ കേസ് ലോ വെച്ചൊന്ന് അനലൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ കൺക്ലൂഷൻ എഴുതുക. ഈ കൺക്ലൂഷൻ എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റഡ് ജയിക്കും, അല്ലെങ്കിൽ ഡയറക്ടർ തോക്കും, ഓഫീസർ ലയബിൾ ആവും എന്ന് സുനിശ്ചിതമായിട്ട് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് എക്സാമിനർ മാർക്ക് ഇടാനുള്ള ടെംപ്റ്റ് വരും. അതുകൊണ്ട് തെറ്റിപ്പോയെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞാൽ പോലും ഫാക്ട്സ് എഴുതിയതിനും അനലൈസ് ചെയ്തതിനും നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടും. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയട്ടെ, നമുക്ക് ലോ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ലോ എന്ന് പറയുന്ന ടോപ്പിക്കിന് പരീക്ഷയ്ക്ക് നമുക്ക് സ്റ്റെപ്പ് മാർക്കല്ല, നമുക്കിങ്ങനെ അനലൈസ് ചെയ്യുന്നതിനുള്ള ഇതുപോലെ എഴുതുന്നതിനാണ് മാർക്ക് കിട്ടുന്നത്. ചിലർ പറയും കൺക്ലൂഷൻ തെറ്റിപ്പോൾ അയ്യോ ഓഫീസർ ലയബിൾ ആവുമെന്നാണ് ഞാൻ പ്രോസ്പെക്ടസിൽ എഴുതിയത്. പേടിക്കേണ്ട, മുകളിൽ സെക്ഷൻ വൈസും കേസ് ലോ വൈസും അനലൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊരു 1-2 മാർക്ക് എന്തായാലും കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ നേരത്തെ തിയറിയെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എഴുതുന്നത് എങ്ങനെയാണ്? പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വായിച്ച് 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ കേസിലോ ഓർമ്മിച്ചെടുത്തതിന് ശേഷം, കേസിലോ ഓർമ്മയില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ ആൻസർ ഓർമ്മിച്ചെടുത്തതിന് ശേഷം നേരെ എഴുതണം ഫാക്ട്സ് എന്ന് എഴുതി ഡബിൾ ലൈൻ എഴുതി കുറച്ച് ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ആ പേരുകളും കാര്യങ്ങളും വെച്ച് അതിനെ ഒന്നുകൂടി ഒന്ന് എഴുതി വലിപ്പിക്കുക. രണ്ടാമത് ആ ക്വസ്റ്റിനെ അനലൈസ് ചെയ്യുക, അറിയുന്ന കേസ് വെച്ചോ പ്രാക്ടിക്കൽ നോളജ് വെച്ചോ അതിനെ വെച്ച് കേസ് അനലൈസ് ചെയ്യുക. മൂന്നാമത് ഹെഡിങ് കൺക്ലൂഷൻ ഇടുക. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭംഗിയായിട്ട് ഓഫീസർ ലയബിൾ ആവുന്നോ അല്ലാന്നോ, അല്ലെങ്കിൽ പ്രോസ്പെക്ട് ഇഷ്യൂ ആവുന്നോ, ഇഷ്യൂ ചെയ്താന്നോ, ഡയറക്ടർ ലയബിൾ ആവുന്നോ അല്ലാന്നോ, ഇൻഡിപെൻഡന്റ് കൊടുക്കാമെന്നോ അല്ലാന്നോ, സ്വാഭാവികമായിട്ട് 2 വർഷമായിരിക്കും വരുന്നത് അല്ലേ. അത് ഏതാണെന്ന് വെച്ചാൽ വ്യക്തമായി. ഫൈനലായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ഫാക്ട്സ്, അതായത് പേര്, കമ്പനിയുടെ പേരുകൾ, ഡയറക്ടർമാരുടെ പേര്, മകേഷ്, ദിനേഷ് എന്നൊക്കെ പേരുകൾ കാണും അല്ലേ, മായ, ജയൻ എന്നൊക്കെ പേരുകൾ കാണും. ആ പേരുകൾ തിരിച്ച് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ഷീറ്റിൽ എഴുതണം. പൊതുവെ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒരു വിഷയം അല്ലേ, നമ്മൾ കോച്ചിങ് ക്ലാസ്സിൽ പോയപ്പം ചെയ്ത പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ കൂടെ ചാടിക്കയറി ഹി വിൽ സക്സീഡ് എന്നൊക്കെ പറഞ്ഞ് ധൃതിയാണ് ഭയങ്കര. 3 ലൈൻ എഴുതിയിട്ട് വരും. ഇങ്ങനെ 3 ലൈൻ എഴുതിയിട്ട് വന്നാൽ 1/2 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ വായിച്ചു നോക്കുമ്പോൾ എക്സാമിനറിന് മനസ്സിലാവണം ഇത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് തോന്നണം. ക്വസ്റ്റ്യനിലെ ഫാക്ട്സ്, ക്വസ്റ്റ്യനിലെ ഡേറ്റ്, അതിൽ മന്ത് കാണും, ഡേറ്റ് കാണും, ആ വർഷം അതെടുത്ത് എഴുതണം. അതിൽ ചില വിത്തിൻ 30 days, വിത്തിൻ 45 days അത് എഴുതണം. AGM നടന്ന ദിവസം അത് എഴുതണം. ആ ഡേറ്റുകൾ, കമ്പനിയുടെ പേര്, ഓഫീസർമാരുടെ പേര്, എന്തൊക്കെയാണോ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിനെ എടുത്ത് എഴുതി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആൻസറിൽ എഴുതാൻ. അല്ലാതെ നിങ്ങളുടെ ആൻസർ വേറൊരു വഴിയിലോട്ടും ക്വസ്റ്റ്യൻ വേറൊരു വഴിയിലോട്ടും പോകരുത്. ഒരുപക്ഷെ കൺക്ലൂഷൻ ശരിയായിരിക്കും, പക്ഷെ എങ്കിൽ പോലും നമ്മളിതിനെ ലയിച്ച് പോകുന്ന രീതിയിൽ എഴുതിയാൽ മാത്രമേ ഞാൻ പറഞ്ഞ 4 മാർക്കിന് 3-3.5 മാർക്ക് വരെ കിട്ടാനുള്ള, അതായത് നമ്മൾ 60-70 ടാർഗറ്റ് എത്തണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ഇനി ചിലർ ചോദിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നീറ്റ്നെസ്. ഒരുപാട് നീറ്റൊന്നും വേണ്ട, പക്ഷെ വായിച്ചാൽ മനസ്സിലാവും. ഭയങ്കര പൊന്നായിട്ട് എഴുതുന്നില്ല, എത്രത്തോളം പൊന്നായിട്ട് എഴുതണം അത്രത്തോളം മാർക്ക് കൂടുതൽ കിട്ടും. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് 1.5 മണിക്കൂർ എക്സാം പ്രിപ്പറേഷനെ കുറിച്ചും പ്രസൻറ്റേഷനും. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഭയങ്കര ബ്യൂട്ടി വേണ്ട, പക്ഷെ വായിച്ചാൽ മനസ്സിലാവും. സ്പെല്ലിംഗ് തെറ്റ് ഒരു കാരണവശാലും പാടില്ല. പരമാവധി സ്പെല്ലിംഗ് തെറ്റാത്ത രീതിയിൽ എഴുതുക, നീറ്റായിട്ട് എഴുതുക. ഓരോരോ പാരഗ്രാഫ് കഴിയുമ്പോഴും 1 ലൈൻ സ്പേസ് വിടുക. ഓരോ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും 1 ലൈൻ സ്പേസ് ഇട്ട് വിടുക. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ആൻസർ ഷീറ്റ്, ഇപ്പോൾ റോഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആൻസർ ഷീറ്റ് മറിച്ചെടുത്ത് നോക്കുമ്പോൾ എക്സാമിനറിന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും. എന്ന് വെച്ചാൽ ഭയങ്കര കണ്ടന്റ് അല്ലെങ്കിൽ പോലും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ഓരോ പാരഗ്രാഫ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഓരോ പോയിന്റ് കഴിഞ്ഞ് ഓരോരോ ലൈൻ സ്പേസ് വിട്ട് നല്ല എയർ സ്പേസ് കൊടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, പ്രൊഫഷണൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പോസിറ്റീവ്നെസ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ഒത്തിരി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ എന്നെ മൊബൈൽ നമ്പർ ഉണ്ടാവും, അതുവഴി കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വരുന്ന എക്സാമിൽ ഒരു നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ലോ എഴുതുന്ന ഒരു പാറ്റേണിന് ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അത് പൊതുവേ നമ്മൾ ലോ എഴുതുന്നവർക്കൊരു പാണിയുണ്ട്. ഈ പറഞ്ഞ സെക്ഷനും കേസും അമെൻമെൻറ്റ്സും, അത് നമുക്ക് ചില വീക്ക്നെസ് ഉണ്ട്. ഈ വീക്ക്നെസ് എല്ലാം എന്ത് ചെയ്യണം? ആ ആൻസർ ഷീറ്റിലുണ്ടെങ്കിൽ 70 മാർക്ക് വരെ കിട്ടാനുള്ള സ്കോപ്പുള്ള പേപ്പറാണ് ലോ പേപ്പർ. നിലയിൽ പഠിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, സന്തോഷം.